കർണാടകയിൽ ഇനി DK യുഗം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചു. രാജിക്കത്ത് സമർപ്പിച്ചത് കർണാടക ഗവർണറുടെ പ്രത്യേക സെക്രട്ടറി പ്രഭുശങ്കറിനാണ്. ഇനി ആ കത്ത് ഗവർണർക്ക് കൈമാറും. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയത്തിൻ്റെ പ്രധാന മുഖങ്ങളായിരുന്നു സിദ്ധരാമയ്യയും DK ശിവകുമാറും. പ്രചാരണ വേദികളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ സംഘാടകനായും ഫണ്ടറായും മുന്നണി പോരാളിയുമായും മാറിയത് DK ശിവകുമാറായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചത് സിദ്ധരാമയ്യയെ. ഒടുവിൽ ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരുന്നു 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുക എന്നത്. 2.5 വർഷം പൂർത്തിയായപ്പോൾ DK ശിവകുമാർ വീണ്ടും അധികാരത്തിനുള്ള അവകാശവാദം ശക്തമായി ഉന്നയിച്ചു. 5 മാസം കൂടി കഷ്ടിച്ച് പിടിച്ചു നിന്നു സിദ്ധരാമയ്യ. ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി. ഇതോടെ കോൺഗ്രസ് അകത്തളങ്ങളിൽ ഏറെ നാൾ ചർച്ചയായിരുന്ന അധികാരമാറ്റം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. DK ശിവകുമാറിന് കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാകുമോ? സർക്കാരിന് പുതിയ ഊർജം നൽകാനാകുമോ? ദക്ഷിണേന്ത്യയിൽ വീണ്ടും ശക്തി പ്രകടനം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഇത് രാഷ്ട്രീയ ബൂസ്റ്റാകുമോ? അതോ മുഖ്യമന്ത്രി മാറിയായാലും കർണാടക കോൺഗ്രസിലെ ആഭ്യന്തര അധികാരപ്പോര് തുടരുമോ? സിദ്ധരാമയ്യ വിഭാഗവും DK ക്യാമ്പും തമ്മിലുള്ള യുദ്ധം ഇനി പുതിയ രൂപത്തിലേക്ക് മാറുമോ? ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി പോലും സ്വാധീനിക്കുന്ന കർണാടകയിലെ ഈ വലിയ അധികാര രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഫലം എന്താണ്? അതാണ് ന്യൂസ് 18 പൊതുവേദി എന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം DK ശിവകുമാർ വീണ്ടും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരികയാണ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. 2025 നവംബറിലാണ് യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യയ്ക്ക് അനുവദിച്ചിരുന്ന 2.5 വർഷ കാലാവധി അവസാനിക്കുന്നത്. പക്ഷേ ആ നവംബറിൽ അധികാരം ഒഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല. പിന്നീട് DK ശിവകുമാറും സിദ്ധരാമയ്യയും പല ഘട്ടങ്ങളിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് മേശയ്ക്ക് മുന്നിലിരുന്ന് പ്രാതൽ കഴിച്ച് ഈ വിഷയം ചർച്ച ചെയ്തു. ഇരുവരെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഒടുവിലത്തെ തീരുമാനം വന്നിരിക്കുന്നത്. ഞാനിന്ന് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ ധാരാളം പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് പൊതുവേദിക്ക് ധാരാളം പ്രേക്ഷകരുടെ സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ. അപ്പോൾ എന്നോടൊപ്പം ഷാജി ചേരുന്നു പാലക്കാട് നിന്ന്. ഷാജി, ശ്രീ ഷാജി, ഈ ബാംഗ്ലൂർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് വിചാരിച്ചത്? ബാംഗ്ലൂർ രാഷ്ട്രീയത്തില് സിദ്ധരാമയ്യ 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടത് അതൊരു ധാർമ്മികതയുടെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിക്കും എന്താ വെച്ചാൽ ആ ഒരു 5 വർഷം കിട്ടിയ അധികാരത്തിൽ 5 വർഷം അള്ളി പിടിച്ചിരിക്കാറുണ്ടെങ്കിൽ അതൊരു ശരിയല്ലാത്തൊരു പരിപാടിയാണ്. DK ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് സിദ്ധരാമയ്യക്കായാലും ഒരുപാട് ഇമേജും ഒരുപാട് ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരു നേതാവാണ്, നല്ല നേതാവാണ് DK ശിവകുമാർ. അപ്പൊ ഒരു 2.5 വർഷമെങ്കിലും, ഇനിയിപ്പോ 2 വർഷം ഉണ്ടാവില്ലേ, ഇനി 2 വർഷം ആ 2 വർഷമെങ്കിലും കൊടുക്കേണ്ടതാണ്. അതൊരു ന്യായമായ ഒരു കാര്യമാണത്. അത് അങ്ങനെ ഒരു ധാരണ ആദ്യം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ ധാരണ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ കേൾക്കണത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ എന്തായാലും DK ശിവകുമാർ 2 വർഷമെങ്കിൽ 2 വർഷം DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടതാണ്. ശരി, വ്യക്തമാണ്. ഷാജി, പാലക്കാട് എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട് ചെർപ്പളശ്ശേരി. ഓക്കെ, ഓക്കെ, മനസ്സിലായി. യെസ്, ഷാജി മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ മകൻ എന്ത് ചെയ്യുന്നു എന്നാണ് ഷിജു എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അവനും ഇങ്ങനെ തൽക്കാലം ഇപ്പോൾ ആ ഒരു വിജയം, 10ാം ക്ലാസ് വിജയിച്ചതിൻ്റെ ആ ഒരു ഉന്നത വിജയം നേടിയതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ഞാനും അത് കുറച്ച് ദിവസം ആ ഒരു സന്തോഷം തുടരട്ടെ എന്ന് വിചാരിക്കണം. ഏതായാലും അത് കഴിഞ്ഞിട്ട് +1 ചേരുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായ തീരുമാനം. അതിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നത്തിങ് എൽസ് മനു, കാസ്റ്റ് ആൻഡ് ഡെമോഗ്രഫി പൊളിറ്റിക്സ്, ദാറ്റ്സ് ഓൾ ഇൻ കർണാടക എന്നോട് ഷിജു പറയുന്നു. DK ക്യാൻ ഡു ബെറ്റർ ആൻഡ് ഹോപ്പ് ദർ ഈസ് എ ട്രൂ നാഷണലിസ്റ്റ് ആൻഡ് ഹ്യൂമനിസ്റ്റ് എന്ന്
പറയുന്നു. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാറിന് എൻ്റെ അഭിവാദ്യങ്ങൾ. സുനിമോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷക എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോമാതാജി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗോമാതാജി എനിക്ക് ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നുണ്ട്. എൻ്റെ ഷർട്ടിനെയൊക്കെ പൂഴ്ത്തുന്നുണ്ട്. എൻ്റെ അമ്മയാണ് ഷർട്ട് വാങ്ങിച്ചതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അമ്മയുടെ സെലക്ഷനൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെയും പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ജയകുമാറും എന്നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ കർണാടകയിൽ വലിയ നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. സിദ്ധരാമയ്യ വളരെ വികാരഭരിതമായാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തിയത്. കർണാടക ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും താൻ പാലിച്ചു എന്ന് സിദ്ധരാമയ്യ പറയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കർണാടകയെ ആളോഹരി വരുമാനം കൂടുതലുള്ള ഒരു സംസ്ഥാനമാക്കുന്നതിൽ തനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അതിലൊരു റെക്കോർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കടബാധ്യതയിലുള്ള ഒരു സംസ്ഥാനത്ത് എന്ന തരത്തിലേക്ക് അതിനെ മാറ്റാതെ വലിയ ഒരു നേട്ടമുള്ള ഒരു ആളോഹരി വരുമാനം കൂട്ടിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കർണാടകത്തെ മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പെർ ക്യാപിറ്റ അല്ലെങ്കിൽ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടം കർണാടകയ്ക്കുണ്ട് എന്നതിനോടൊപ്പം തന്നെ GST കളക്ഷൻ്റെ കാര്യത്തിലും കർണാടക മുന്നിലാണ്. അതോടൊപ്പം GSDP അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യം, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഗ്രോത്ത് 2025-26 കാലഘട്ടത്തിൽ 8.1% ആയിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ജിൽഷാദ് എന്നോടൊപ്പം ചേരുന്നത് ആലുവയിൽ നിന്നാണ്. ജിൽഷാദ് ഈ കർണാടകയിൽ പോയിട്ടുണ്ടോ? കർണാടകയിൽ പോയിട്ടുണ്ട്. കർണാടക രാഷ്ട്രീയത്തിൽ എന്ത് തോന്നുന്നു? DK ശിവകുമാറിന് കൂടുതൽ സ്വാധീനം അവിടെ ആളുകൾക്കിടയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ DK ശിവകുമാറാണ് അവിടെ ഇപ്പൊ ഭരണം കൊണ്ടുവന്ന ആള്. ആദ്യമേ മുതൽ അയാളെയാണ് മുഖ്യമന്ത്രി ഇവിടെ ആക്കേണ്ടിയിരുന്നത്. ഇവിടെ VD സതീശന്റെ മാതിരി VD സതീശന്റെ അത്രയും പറ്റിയ അതുപോലെ ഒരു നേതാവാണ് DK ശിവകുമാർ. ഈ DK ശിവകുമാറിനായിരുന്നു ആദ്യമേ മുഖ്യമന്ത്രി ആവേണ്ടത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു. ഞാൻ ആ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ DK ശിവകുമാറിൻ്റെ വീട്ടിലും സിദ്ധരാമയ്യയുടെ വീട്ടിലും മാറി മാറി ഇങ്ങനെ പോയി ഇതെന്താ സംഭവിക്കുകയെന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷേ ഒടുവിൽ ഹൈക്കമാൻഡ് പ്രത്യേക പ്രതിനിധികൾ വന്നു. KC വേണുഗോപാലൊക്കെ അന്ന് ഉണ്ടായിരുന്നവർ വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എല്ലാ MLA-മാരെയും വിളിച്ച് കൊണ്ടിരുത്തി, ഇത് കേൾക്കൂ, ഇരുത്തി അവർ ഓരോരുത്തരെ ഇവിടത്തെ പോലെ കണ്ടു, സംസാരിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ സിദ്ധരാമയ്യയെ ആണ് പിന്തുണച്ചത്. പക്ഷേ അങ്ങ് പറഞ്ഞ് ശരിയാണ്, അതിനുവേണ്ട ആളും അർത്ഥവും ധനവും എല്ലാം സമാഹരിച്ചത് DK ആയിരുന്നു. പക്ഷേ MLA-മാരുടെ പിന്തുണ ഒരു വലിയ ഘടകമായിരുന്നു അവിടെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. MLA-മാരാണ് ഇതിന്റെ അകത്ത് ഈ MLA-മാർക്ക് സീറ്റ് അനുവദിക്കുന്നത്. പറ കേൾക്കാമോ? കേൾക്കുന്നു. MLA-മാർക്ക് സീറ്റ് അനുവദിക്കുന്ന മുകളിലാണല്ലോ. ഇപ്പൊ കേരളത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചേ. ഈ വേണുഗോപാലിന്റെ കെയർ ഓഫീസറാണ് ഈ സീറ്റ് അനുവദിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ വേണുഗോപാൽ ഈ ഏത് പാർട്ടിയുടെ ആയാലും സ്ട്രെങ്ത് എന്ന് പറയുന്ന പാർട്ടിയുടെ കീഴ്ഘടകമാണ്. പാർട്ടിയുടെ കീഴ്ഘടകം. ഈ കീഴ്ഘടകത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് റിസൾട്ട് വരുന്നത്. ഈ ഇലക്ഷൻ വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ കീഴ്ഘടകത്തിന് വേണ്ട, പിന്നെ MLA-മാരെ മാത്രം മതി. ഈ MLA-മാരുടെ മിടുക്കല്ല, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമായിരിക്കുന്നത്. MLA-മാരുടെ മിടുക്കല്ല ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MLA ആവണത്. ഏറ്റവും താഴെ നമ്മൾ നോക്കുമ്പോൾ ആ ബഹുഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുള്ള ആളാണല്ലോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ MP എന്ന് പറയുമ്പോൾ കൂടുതൽ MP-മാരുടെ പിന്തുണ. ഫ്ലോറിൽ ആർക്കാണ് ബലം എന്നതാണ് അവിടുത്തെ. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ്. MLA-മാരുടെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ MLA-മാര് പിന്തുണയ്ക്കുന്ന ആള് മുഖ്യമന്ത്രിയാവുന്നുള്ള ഭരണഘടനയിലുള്ളതാണ്. പക്ഷേ അത് അവരെങ്ങനെ MLA-മാരാവുള്ളൂ എന്നുള്ളൊരു നിർവചനം പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകത്തിന് കൊടുക്കണം. കീഴ്ഘടകവും ഇല്ലാതെ എവിടെയെങ്കിലും ഒരാൾക്ക് MLA MP ആവാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ തെളിയിച്ചേക്കണ പാലക്കാട് ശ്രീകണ്ഠൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് പണിയെടുത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയില് തന്നെ MP ആയി, നിൽക്കാൻ ആളില്ലാത്തടത്ത് സ്വന്തം ഭാര്യയെ നിർത്തി ഇപ്പൊ MLA ആക്കി. അങ്ങനെയുള്ള എത്ര നേതാക്കന്മാരുണ്ട്. ഇവര് ഈ VM സുധീരനെയൊക്കെ കണ്ടുപിടിക്കണം. VM സുധീരനെ പോലുള്ള ആളുകൾ മാറി ഒരു കട്ടാകുമ്പോൾ മാറിക്കണം. VM സുധീരനോട് ഈ തവണ മത്സരിക്കാൻ എന്നിട്ട് മത്സരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടെങ്കിലാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽപ്പുള്ളൂ. അല്ലാതെ കർണാടകയിൽ ഇപ്പൊ ഈ ശിവകുമാറാണ് അവിടെ ഒരു ഭരണം ഉണ്ടാക്കിയത്. എന്നിട്ട് അയാളെ മാറ്റി നിർത്തണ്ടോ? ഇങ്ങനെ കുറെ ഈ വേണുഗോപാലിനെ പോലുള്ള ആൾക്കാരാണ്. ഈ വേണുഗോപാൽ കേന്ദ്രത്തിൽ വന്നേ പിന്നെ എത്ര സംസ്ഥാനത്ത് ഭരണം എത്ര സ്ഥലത്ത് കിട്ടേണ്ടതായിരുന്നു. ഈ മധ്യപ്രദേശിലും
രാജസ്ഥാനിലൊക്കെ കോൺഗ്രസിന് കഴിഞ്ഞോടെ ഭരണം കിട്ടേണ്ടതാ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന എല്ലായിടത്തും കോൺഗ്രസിന്റെ എല്ലാവരും ഇയാളുടെ കാര്യാന്വേഷണം അവിടെ പറ്റിയത്. ഇപ്പൊ അയാൾ എന്താ ഈ കേരളത്തിലെ ഈ കോൺഗ്രസ്സുകാരുടെ മുഴുവൻ മുഖത്തോടെ നടന്ന് ചവിട്ടി അരച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ കെ സി വേണുഗോപാൽ ഉണ്ടാക്കി. ശരി, അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ DK ശിവകുമാർ നേരത്തെ വരേണ്ടതായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് നോക്കാം എന്ത് സംഭവിക്കും എന്നത്. ശിവദാസൻ കൂടി എന്നോടൊപ്പം കൊയിലാണ്ടിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ശിവദാസൻ, നമസ്കാരം സർ. ശിവദാസൻ ഈ കർണാടക രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ്. സൂക്ഷ്മമൊന്നുമില്ല, കുറെയൊക്കെ അറിയാം. ഞാനൊരു 10-30 വർഷം അവിടെ ജോലി ചെയ്ത ആളാണ്. എവിടെ? കർണാടകയിലല്ലാതെ. കർണാടകയിൽ പല സ്ഥലങ്ങളിലായി ജോലി ചെയ്തു. അതെ അതെ. അതെ, സർവീസിലായിരുന്നു അതോ പ്രൈവറ്റ്? ഞാനൊരു കമ്പനീന്റെ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ശരി. അപ്പോൾ തെലുഗു അല്ല മറ്റേ കന്നഡയൊക്കെ അറിയാം അല്ലേ? നന്നായിട്ട് സംസാരിക്കുന്നു. ശരി. അപ്പോൾ സ്വാഭാവികമായി കർണാടകയിൽ അത്രയും കാലം ഇരിക്കുകയും കന്നഡയൊക്കെ അറിയുകയും ചെയ്യുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു ചെറിയ ചർച്ച താല്പര്യമൊക്കെ വരും. പക്ഷെ അവിടെ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് വന്ന ഈ അധികാര പോര് അത് കോൺഗ്രസിന് ഇപ്പോൾ ഗുണമായോ അതോ അത് പ്രതിസന്ധിയാക്കുമോ? സിദ്ധരാമയ്ക്കാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും താഴ്ന്ന ജാതിക്കാരുടെ ഇടയിലുള്ള സ്വാധീനം. അത് ശരിയാ. അത് ശിവകുമാറിനില്ല. ശിവകുമാറിന് ഫണ്ടുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഈ വിഭാഗത്തിന്റെ സ്വാധീനത്തിനനുസരിച്ചാണ് ഭൂരിപക്ഷം കിട്ടുക. ഈ ഒരു ദോഷം കോൺഗ്രസിന് ഭാവിയിലുണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഈ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശിവകുമാറിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള താല്പര്യം കുറയും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അല്ലേ? കുറയലല്ല, ഇയാൾക്കുള്ള സ്വാധീനം മറ്റേയാൾക്കില്ല. സിദ്ധരാമയ്ക്കുള്ള സ്വാധീനം ശിവകുമാറിനില്ല. ശിവകുമാർ മറ്റൊരു സ്റ്റേജിലാണ് അവിടെ വളർന്നു വരുന്നത്. ഈ സിദ്ധരാമയ്യ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് അല്ലേ? ജനകീയനാണ്, പിന്നോക്ക വിഭാഗക്കാരനാണ്, എല്ലാം ആണ്. അതെ, പിന്നോക്ക വിഭാഗക്കാരനാണ്. പിന്നോക്ക വിഭാഗത്തിന്റെ വേദനകളും ബുദ്ധിമുട്ടും ഇതും ഒക്കെ വളരെയേറെ അനുഭവിച്ച ആളുമാണ്. ഓക്കെ, ഞാനെത്ര പ്രസംഗം. ഓക്കെ, അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വന്നിരിക്കുന്നു. ഏതായാലും ഈ ജാതി സമവാക്യങ്ങളിൽ എല്ലായിടത്തും വലിയൊരു ഒരു വിഷയമാണ്. ഇവിടെ നമുക്ക് കർണാടകയിൽ DK ശിവകുമാർ ഒക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒക്കലിംഗ സമുദായത്തിന് അവിടെ വലിയൊരു വോട്ട് ഷെയർ കർണാടകയിൽ ഉണ്ട്. അപ്പോൾ ഒക്കലിംഗകൾ അവിടുത്തെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക ശക്തിയാണ്. പക്ഷേ സിദ്ധരാമയ്യക്കാണ് ഈ നമ്മുടെ ശിവദാസൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഫാക്റ്റാണ്. ഞാനവിടെ ചെന്ന് ആ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ, ദളിത് വിഭാഗങ്ങൾക്കിടയിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു ജനകീയ നേതാവ് കൂടിയാണ് നമ്മുടെ സിദ്ധരാമയ്യ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ മാറ്റം കർണാടകയുടെ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. ഏതായാലും ഇന്ന് ഈ തൻ്റെ രാജിക്കാര്യം വ്യക്തമാക്കിയ സിദ്ധരാമയ്യ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. കർണാടകയിലെ ജനങ്ങളോട് തനിക്ക് പറയാനുള്ളത്, കർണാടകയിലെ ജനങ്ങൾക്ക് താൻ നൽകിയ വാക്ക് വളരെ കൃത്യമായി പാലിച്ചു എന്ന് സിദ്ധരാമയ്യ പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് അവരുടെ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചു. 162 വാഗ്ദാനങ്ങളാണ് താൻ 2018 നടത്തിയത്. അതെല്ലാം അതിൽ 158 താൻ അന്ന് നടപ്പിലാക്കി. അതിനുശേഷമാണ് 2023 താൻ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അന്ന് 550 വാഗ്ദാനങ്ങൾ നൽകി. അതിൽ 2.5 വർഷമാകുമ്പോഴേക്കും 300 അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 14 ലക്ഷം കോടി രൂപ ജനകീയമായ ഒട്ടനവധി വിഷയങ്ങൾക്കായി കണ്ടെത്തി ചിലവാക്കി എന്ന് സിദ്ധരാമയ്യ തൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുന്നു. താൻ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ, താൻ നൽകിയിട്ടുള്ള ഈ പ്രോമിസുകൾ നടപ്പിലാക്കുന്നതിൽ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല. തൻ്റെ പാർട്ടിക്കും തനിക്കും ആ കാര്യത്തിൽ അഭിമാനിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പല പ്രതിപക്ഷങ്ങളും തനിക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോൾ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരു വലിയ വിജയമായിരുന്നു, അധികാരത്തിന് പുറകിൽ താൻ പോയിട്ടില്ല എന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു. AK നസീർ എന്നോടൊപ്പം ചേരുന്നത് മാനന്തവാടിയിൽ നിന്നാണ്. ശ്രീ നസീർ. നാസർ ഞാൻ നസീർ. നാസർ നമ്മൾ അറിയുന്ന ആളാ. ശ്രീ നാസർ,
ആ സാർ. നാസർ ഈ മാനന്തവാടിക്കാരനായതുകൊണ്ട് ഒരുപക്ഷെ കന്നഡയൊക്കെ സംസാരിക്കാൻ കഴിയായിരിക്കും. അവിടെ ധാരാളം ആളുകൾ കർണാടകയിൽ കൊടകിലൊക്കെ പോയി അല്ലേ? ആ സാർ. സാറിന് നാസറിന് ഇത് കന്നഡ അറിയാമോ? അറിയാം സാർ. അറിയാം. അതെനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞു. കാരണം അവിടുന്ന് ഒരുപാട് ആളുകൾ എപ്പോഴും കുടകിലേക്കോ അവിടെ ഇവിടെയെല്ലാം ജോലിക്കൊക്കെ പോയി വന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാം കന്നഡ. അപ്പോൾ ഈ കർണാടക രാഷ്ട്രീയത്തെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നിന്ന് വ്യത്യസ്തമായൊരു ഒരു ഒരു കാര്യം പോലെ അവിടെ ആദ്യം സിദ്ധരാമയ്ക്കാണ് സ്ഥാനം കിട്ടിയത്. അത് കോൺഗ്രസിന് അന്നൊരു തിരിച്ചടിയായോ അതോ ഇന്നാണോ തിരിച്ചടിയായത്? സാറേ, കോൺഗ്രസിന് തിരിച്ചടി ആയിട്ടില്ല. നിലവിൽ ഇപ്പൊ നമ്മള് ഒരു രാജ്യത്ത് അല്ലെ ഒരു നാട്ടില് അല്ലെങ്കിൽ നമ്മളെ ഒരു സംസ്ഥാനത്ത് ഏത് ഭരണഘടന പ്രകാരം ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ നയങ്ങൾ വ്യക്തമല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു തിരിമറി നടക്കുമല്ലോ സാറ്. അതാണ് ഇപ്പൊ അവിടെ സ്ഥിതികരമായ ഒരു മാറിന്റെ ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ ഇനി അങ്ങക്ക് ശ്രീ നാസറിൻ്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും നല്ല മുഖ്യമന്ത്രി? സിദ്ധരാമയ്യ ആയിരിക്കുമോ, DK ശിവകുമാർ ആയിരിക്കുമോ? ആരായിരിക്കും കൂടുതൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക? ആരാണ് കൂടുതൽ വികസന വിഷയങ്ങൾ ഏറ്റെടുക്കുക? വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് ഇപ്പം പറഞ്ഞിരിക്കുന്ന ആളാണ് സാർ. DKക്കാണ്. നാസർ DKയുടെ ആളാണോ? അല്ല സാർ, ഞാൻ ആളായിട്ടല്ല സാറേ. അത് ആ കർണാടകത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു കുറച്ചും കൂടി പവർഫുൾ ആയ ഒരാളാണ് ഭരിക്കേണ്ടത്. അതില് ഒരു മേഖലയിൽ കൈവിട ഒരാളാണ് ഇദ്ദേഹം. ശരി, ഓക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ എന്നോട് ഒപ്പം പലരും ചേരുന്നു. സുനിമോൾ ചേർന്നു. അതോടൊപ്പം പിന്നെ നമ്മുടെ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. SKC ശ്രീമതി സൗമ്യ, അപ്പോൾ ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. ഞാൻ വിചാരിക്കുന്നത് ശ്രീമതി സൗമ്യയെ പോലുള്ളവരൊക്കെ ഇന്ന് വിളിച്ച് അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയെ കിട്ടിയ സാഹചര്യത്തിൽ അവർ പങ്കുവയ്ക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട്, നോക്കാം, നമുക്ക് ചിലപ്പോൾ വിളിക്കുകയായിരിക്കും. അപ്പോൾ ഹലോ മനു സാർ, എൻ്റെ മകൾ രേഷ്മ VR ഫുൾ A+. വെരി ഗുഡ്. രേഷ്മ VR ഫുൾ A+ നേടിയിരിക്കുകയാണ് +2-ൽ. ഓഹോ, കുട്ടൻ വിളക്കുത്തല നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ കുട്ടൻ വിളക്കുത്തല. അപ്പോൾ തീർച്ചയായും എനിക്ക് മുട്ടായി അയച്ചു തരേണ്ടതാണ്. നമ്മുടെ രേഷ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് എപ്പോഴും കുട്ടൻ വിളക്കുത്തല നമ്മുടെ യൂട്യൂബ് ഇതിൽ ചേരുന്നത്, കമൻസൊക്കെ എനിക്ക് അയക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. കുട്ടി VR രേഷ്മ +2-ൽ റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ നേടിയിരിക്കുന്നു. അത് പൊതുവേദിക്കും കൂടി ഒരു സന്തോഷവും അഭിമാനവും ഒക്കെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു മികച്ച വിജയം തന്നെ. അപ്പോൾ രേഷ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. തുടർന്നും ഈ വിജയം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മോൾക്ക് എല്ലാവരും, പല ആളുകളും നമ്മുടെ പൊതുവേദിയിലുള്ള ആളുകളൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. സുനിമോൾ സ്വാഭാവികമായും ആ മോൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു, ആശംസിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ 2028 വരെ പോയാൽ BJP ജയിക്കുമെന്നറിയാം, അതുകൊണ്ടാണ് ഇപ്പോൾ മാറുന്നത്. 2.5 വർഷം ആയിരുന്നു ഡീൽ എന്ന് ഗോമാതാജി എന്നോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ശശിധരൻ പിള്ളൈ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അമ്പാടി എന്നോടൊപ്പം ചേർന്നു. DK അല്ല, കർണാടകയിൽ കോൺഗ്രസ് ഭരണം വരാൻ വഴിയൊരുക്കിയത് DK അല്ലേ എന്നോട് ചോദിക്കുന്നു. ഓക്കെ. അപ്പോൾ ആദ്യം ഓക്കെ, അമ്പാടി എന്നോട് പറയുന്നത് DK ആണ് ഭരണത്തിന് കാരണമെന്നാണ്. അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഹായ് മനു എന്ന് എന്നോട് പറയുന്നു. ജയകുമാർ അരുന്ധതി കോലംപറമ്പിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്, എനിക്ക് ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നോട്ട് മച്ച് ചേഞ്ച് വിൽ ബി ദ ന്യൂ ചീഫ് മിനിസ്റ്റർ വിൽ നോട്ട് ബ്രിങ് നോട്ട് മച്ച് ചേഞ്ച്. ഹി ഹാസ് ബിക്കം ദ CM, ദാറ്റ് ഇസ് ഇറ്റ്. ഹോപ്പ്ഫുള്ളി സിദ്ധരാമയ്യാസ് MLAs വിൽ സപ്പോർട്ട് DK ഫോർ ബാലൻസ് 2 years എന്ന് എന്നോട് ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് പറയുന്നു. കരാറനുസരിച്ച് DK ശിവകുമാർ 2.5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ ഉയർന്ന കമാൻഡായി നടക്കുന്ന വേണുഗോപാൽ തന്നെയാണ്. ഇയാൾ കോൺഗ്രസിനെ നശിപ്പിച്ച് അടങ്ങുമെന്ന് നമ്മുടെ സദാശിവൻ നായർ പരിഹസിക്കുന്നുണ്ട്. വാട്ട് കോളർ ശിവദാസൻ കൊയിലാണ്ടി ടോൾഡ് ഈസ് ഓൾമോസ്റ്റ് കറക്റ്റ് എന്ന് ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നു. അപ്പോൾ ശ്രീ ശിവദാസൻ കൊയിലാണ്ടിക്ക് അവിടുത്തെ സാഹചര്യം വളരെ കൃത്യമായി അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല പ്രേക്ഷകരും അത് പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീ ശശിധരൻ എന്നോട് ചോദിക്കുന്നത് മനു അവിടെ മഴയുണ്ടോ എന്നാണ്. കുറേ ദിവസം നല്ല മഴ. ഇവിടെ തിരുവനന്തപുരത്തും നല്ല മഴയൊക്കെ ഉണ്ട്,
നമ്മുടെ ഓഫീസിൻ്റെ മുന്നിലൊക്കെ രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ പക്ഷേ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ പോലെയാണ് ഞാൻ കണ്ടത്. അപ്പം ശശിധരൻ പിള്ള മഴയത്ത് അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ എന്നറിയില്ല. കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ അടി ഇടി പൂരം ചർച്ച വയ്ക്കാമായിരുന്നു. അത് ഇന്നലെ നമ്മൾ നല്ലോണം ചർച്ച ചെയ്തല്ലോ, അടി ഇടിയും പൂരമൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ച അതേ വിഷയം തന്നെ ഇങ്ങനെ വെക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം ഈ ടൂ മച്ച് ഓഫ് വയലൻസ് ഇങ്ങനെ ടെലിവിഷനിലൂടെ കാണിക്കുന്നതും അത്ര നല്ലതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ഈ ദീപു എന്ത് പറ്റി, പൊതുവേദി ഉപേക്ഷിച്ച് ഇലക്ഷൻ കഴിഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ദീപു നമുക്കൊപ്പം ചേരും. ദീപു വന്നോട്ടെ എന്ന് നമുക്കും വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഏതായാലും എന്നോടൊപ്പം നിരവധി പ്രേക്ഷകർ യൂട്യൂബിൽ ചേരുന്നു. പ്രമോദ് നാണ് പറയുന്നത് കേരള മുഖ്യൻ എന്താണ് മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നു. മിണ്ടുമായിരിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പലതവണ മാധ്യമങ്ങൾ കാണാനൊക്കെ ചെന്ന് ഇന്നലെ അടിയൊക്കെ പിടിയൊക്കെ ഉണ്ടായപ്പോൾ, പക്ഷേ അദ്ദേഹം വൈകാതെ സംസാരിക്കും എന്നാണ് ഞാനും കരുതുന്നത്. അപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ്സിന് നന്ദി അറിയിക്കുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തോട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി പറയുന്നു, MLA-മാർക്ക് നന്ദി പറയുന്നു, MP-മാർക്ക് നന്ദി പറയുന്നു, ക്യാബിനറ്റ് കൊലീഗ്സിന് നന്ദി പറയുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ പൂർണ്ണമായി പിന്തുണച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയായ സമയത്തും ഒക്കെ ഉള്ള വലിയ പിന്തുണ കിട്ടി. 2013 മുതൽ 18 വരെ പിന്തുണ കിട്ടി. 2023-ലും പിന്തുണ കിട്ടി. അങ്ങനെ നിരന്തര പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം മോഹൻ, നമുക്ക് ഇതിൽ കുറച്ച് ദൃശ്യങ്ങൾ കൊടുക്കാം. അവിടെ നിന്ന് സിദ്ധരാമയ്യ സംസാരിച്ചതിൻ്റെയും അതോടൊപ്പം DK ശിവകുമാറും ഒക്കെ സംസാരിച്ചതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇരുവരും രാവിലെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് തൻ്റെ രാജിക്കാര്യത്തിൽ വന്ന DK പാട്ടീലിനെ പോലുള്ളവർ ആ കൂട്ടായ്മയിൽ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ താൻ ഈ വിഷയം രാജിയെ സമ്മതിക്കുകയായിരുന്നു. പിന്നീട് 3 മണിക്ക് ഗവർണറെ കാണാൻ ചെന്നു. പക്ഷേ ഗവർണർ ഇന്ന് അവിടെ ഇല്ല, എങ്കിലും ഗവർണറുടെ സെക്രട്ടറിക്ക് ഇത് നൽകിയിട്ടുണ്ട്. ഏതായാലും എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, നമ്മൾ ഈ ഗവൺമെന്റ് സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് നമുക്കറിയാം, എനിക്കിത് ഇപ്പൊ എത്ര വർഷമായ, പകുതിയായോ, 2.5 കൊല്ലമായോ? ഹലോ ഹലോ രാധാകൃഷ്ണൻ കേൾക്കാം. അപ്പൊ ഈ അന്ന് വെച്ച ഒരു ഉപാധിയാണല്ലോ പകുതി സമയം കഴിയുമ്പോൾ പിന്നെ ശിവകുമാറിന് കൊടുക്കാന്ന് തന്നെ വെച്ചിരുന്നതാണ്. അതിലൊരു പുതിയ കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ നടന്ന കണക്ക് ഒരു ക്രൈസിസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മീഡിയയിലൊക്കെ കാര്യം ഇന്ന് ഓർക്കുകയാണ്. ഇത് പെട്ടെന്ന് ഈ വർഷമൊക്കെ പോകുന്നതിന് അധികം സമയമില്ല, പെട്ടെന്ന് വർഷം തികഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു പ്രത്യേക കാലാവധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം കൈമാറുന്നത്. അത് അന്ന് തീരുമാനിച്ചാണല്ലോ, അന്ന് പറഞ്ഞിരുന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോ ശിവകുമാറിനെ പോലെ ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരേണ്ട ആളാണ്. BJP-യോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു കരുത്തുള്ള നേതാവ്, അദ്ദേഹത്തിന്റെ ആ ഭാവമൊക്കെ കാണുമ്പോൾ ഒരു ഗാംഭീര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ള നേതാവ്. ഈ കോൺഗ്രസിലെ ചുമ്മാതെ വെറുതെ ഒരു കഴിവില്ലാത്തവർ ഈ സാധുക്കളെയൊക്കെ മാറ്റിയിട്ട് ഈ ശിവകുമാർ കൊള്ളാം. നമ്മൾ കണ്ടൊരു കണ്ണിപ്പിള്ള മോഹൻലാലിന്റെ മറ്റേ പിന്നെ സിനിമയിലെ ഒരു വില്ലൻ ഉണ്ടല്ലോ, ഡാഡി ഗിരിച്ച്, അതേ ഒരു ലുക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോൺഗ്രസ് നേതാവ് കുറച്ച് കഴിവൊക്കെ ഉള്ളവര് ഈ ദേശീയ കോൺഗ്രസിലോട്ട് വരണമെന്നാണ് എന്റെ അഭിപ്രായം. സിദ്ധരാമയ്യൊക്കെ വയസ്സ് വന്ന് കുറേയൊക്കെ ആയില്ലേ, കുറേയൊക്കെ ഇരുന്നില്ല. ഈ അധികാരരാഷ്ട്രീയം അതിൽ ഈ രാജ്യം രക്ഷപ്പെടാത്ത കാര്യമില്ലേ. തറവാട്ട് പോലെ ഓരോരുത്തർ വെച്ചിരുന്ന് ഭരണം വരെ അങ്ങ് ഇരിക്കായിരുന്നു. ഇതിനൊക്കെ ഒരു കാലാവധി വെക്കണമെന്ന് പറയാം. ഒരു പ്രായം കഴിയും, ഒരു അവസരത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി അല്ല, മന്ത്രി അല്ല, MLA ഇന്നൊന്നും അവസരം കൊടുക്കരുത്. പുതിയ ആൾക്കാർ വരണമെന്നുള്ളതാണ്. സിദ്ധരാമയ്യ മാറത്തില്ല. കാരണം അധികാരത്തിന്റെ ഇതെല്ലാം ഇത് പിന്നെ അനുഭവിച്ച് മത്ത് പിടിച്ചിരിക്കുക. ഇവരൊന്നും മാറത്തില്ല. 90 വയസ്സ് കഴിഞ്ഞ് കുടിയനോട്ട് കാലം നീട്ടിയാൽ ഇവരൊന്നും മാറത്തില്ല. ഇപ്പൊ തന്നെ മിക്കവാറും അയാൾ മാറി മിക്കവാറും BJP-യിലാണ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്കൊക്കെ അദ്ദേഹം പാർലമെന്റ് അതെ രാജ്യസഭയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ കർണാടകയിൽ 4 ഒഴിവുകൾ വരുന്നുണ്ട് രാജ്യസഭയിലേക്ക്. ഒന്ന് നമ്മുടെ മല്ലികാർജ്ജുൻ ഖർഗെയുടെയാണ്, മറ്റ് 4 പേരും. അപ്പോൾ ഖർഗെ ചിലപ്പോൾ വീണ്ടും രാജ്യസഭയിലേക്ക് വരികയായിരിക്കും. ഏതായാലും അദ്ദേഹം അവിടുന്ന് രാജ്യസഭയിലേക്ക് പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഒരു മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങളിപ്പോ നേരത്തെ ഞാൻ ആദ്യം തൊട്ട് 4 മണിയോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ പിന്നെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അതുകൊണ്ട് അംഗീകരിക്കുക കേവലം ഒരു രാജ്യസഭ സീറ്റ് കൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പിന്നെ മിക്കവാറും BJP-ക്കാർ വിളിക്കാൻ കാരണം നമ്മുടെ രാജ്യം അത്ര മലീമസമായി പോയി.
കാരണം ഒരു പാർട്ടി നിന്നുകൊണ്ട് ആവശ്യത്തിന് എല്ലാ പരമോന്നത സ്ഥാനങ്ങളും നേടിയെടുത്തിട്ട് പിറ്റേന്ന് പാർട്ടി മാറിയാൽ അടുത്ത പാർട്ടി ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ പദവികൾ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾക്കൊക്കെ വളരെ വിഷമം തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് നാളെ പാർട്ടി ചെന്നാൽ അവർ വലിയ പദവി കൊടുക്കണം. BJP എന്ന് പറഞ്ഞ വലിയ ഒരു ഖജനാവുള്ള പാർട്ടിയായി ഇന്ത്യയിൽ വളർന്നു കഴിഞ്ഞു. അവരാര് ചെന്നാലും അവരോട് ഇഷ്ടംപോലെ സ്ഥാനമാനങ്ങളുണ്ട് അവർക്ക് കൊടുക്കാൻ. പണം ധാരാളമുണ്ട്. കോൺഗ്രസിന്റെ കയ്യിലൊന്നും 50 കൊല്ലം ഭരിച്ചിട്ടും പൈസയൊന്നും അവരുണ്ടാക്കിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള അവരുടെ AICC ആസ്ഥാനം വരെ ഈ അടുത്ത കാലത്താണ് അവര് ഈ പുതുതായിട്ട് വാങ്ങിയെന്നൊക്കെയാണ് എനിക്ക് കുറച്ചാൾ മുമ്പ് ഒരു വാർത്ത ഞാൻ കേട്ടത്, മറന്നുപോയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റു അവര് 10-15 കൊല്ലം കൊണ്ട് മൃഗീയമായ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കോൺഗ്രസിനൊന്നും അവിടെ ദേശീയ രാഷ്ട്രീയത്തിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ ഒരു സംവിധാനം. പക്ഷെ അത് ഇപ്പൊ അമാനുഷികമായിട്ട് നമ്മൾ കാട്ടിലെ സിംഹം നമ്മൾ ഈ ട്രംപൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ലോകരാജ്യത്ത് നിയന്ത്രിക്കാൻ ട്രംപിനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലെന്ന് പറയുന്നത് ഈ BJP ഇന്ത്യ നിയന്ത്രിക്കുന്ന പുതിയ പ്രസ്ഥാനങ്ങൾ. സിദ്ധരാമയ്യ ഇത് അദ്ദേഹം മനസ്സാൽ സമ്മതിച്ചാണോ എന്ന് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. പക്ഷേ അങ്ങ് പറഞ്ഞ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. സിദ്ധരാമയ്യ പല പാർട്ടികളിൽ ചാടിച്ചാടി വന്ന ആളാണ്. നമുക്കറിയാം, ഭാരതീയ ലോക്ദളിന്റെ ഭാഗമായിരുന്നു ആദ്യം. പിന്നെ അദ്ദേഹം ജനതാ പാർട്ടിയിലേക്ക് പോയി. രാമകൃഷ്ണ ഹെഡ്ഗെ സർക്കാരിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചതായൊക്കെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. ദേവഗൗഡയുടെ ഒക്കെ ഒപ്പമുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ രാജശേഖരമൂർത്തിയെയൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തിയ ഒരു കാലം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയി JH പട്ടേൽ സർക്കാരിൻ്റെ കാലത്ത്. അങ്ങനെയാണ് സിദ്ധരാമയ്യ വരുന്നത്. ഏതായാലും അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ എത്തുന്നു. ഇനി വേണമെങ്കിൽ പാർട്ടി വിടാം, അറിയില്ല. അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ കാലം മാറാൻ പറ്റുന്ന ഒരു ജനാധിപത്യം. ശരി, വ്യക്തമാണ്. ഏതായാലും അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇമ്മാനുവൽ എന്നോടൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ശ്രീ ഇമ്മാനുവൽ. ശ്രീ ഇമ്മാനുവൽ, ഈ നിലമ്പൂരിലൊക്കെ ഈ കർണാടക രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ടോ? സാർ, നിലമ്പൂരിലെ സാധാരണ ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് ഇലക്ഷൻ നമ്മുടെ കേരളത്തിലെ മലയാളികളെല്ലാം ചർച്ച ചെയ്യില്ലേ എല്ലാ സ്ഥലത്തെയും രാഷ്ട്രീയവും, അല്ലേ? എല്ലായിടത്തും ചർച്ച ചെയ്യും സാറേ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ശക്തിയുക്തമായിട്ടുള്ളത് ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ഇതേമാതിരി മുഖ്യമന്ത്രി സ്ഥാനം കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം മാറ്റുവാന്ന് പറയുമ്പോൾ എന്താണെങ്കിലും അതൊരു നല്ലൊരു ചർച്ചാ വിഷയം ആയിരിക്കത്തില്ലേ? അപ്പൊ ഈ മാറ്റം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ അതോ കോൺഗ്രസിനെ കൂടുതൽ കുഴിയിലാക്കുമോ? ഇല്ല സാർ, ഇതെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ. സിദ്ധരാമയ്യൻ JDS വന്നതാണ്, കോൺഗ്രസിലേക്ക് വന്നിട്ടാണ് മുഖ്യമന്ത്രി ആവണേ. അപ്പം എന്താണെങ്കിലും അത്രയും ബെനിഫിറ്റ് പുള്ളി പഴയ ഒരു ഭരണം ഭരിച്ചത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് കാണിച്ചത് കൊണ്ടാണ് പുള്ളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണേ. അപ്പൊ ഇപ്പൊ രണ്ടാമത് DK ശിവകുമാർ വരുമ്പോൾ DK ശിവകുമാർ എക്കണോമിസ്റ്റും പ്ലസ് പുള്ളി ഒരു ബിസിനസ്മാനുമാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പുള്ളി അതിന്റേതായ ഇമ്പ്രൂവ്മെന്റ് കർണാടകയിൽ കൊണ്ടുവരും. അപ്പൊ എന്താന്ന് പറഞ്ഞ സിദ്ധരാമയ്യൻ ഇപ്പൊ ഈ 3 കൊല്ലം ഭരിച്ചു, പിന്നെ 2 കൊല്ലം DK ശിവകുമാറിനാണ് ഭരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഈ കോൺഗ്രസിന് 139 സീറ്റും കർണാടകയിൽ പിടിച്ചു കൊടുത്തതും DK ശിവകുമാർ തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും DK ശിവകുമാർ ഇനി കൂടുതൽ സീറ്റിലേക്ക് പോകുന്നല്ലാണ്ട് പുറകിലേക്ക് വരാനുള്ള എന്താണെങ്കിലും സാധ്യത കാണുന്നില്ല സാർ. ശ്രീ ഇമ്മാനുവൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് കർണാടകയിലായിരുന്നു. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അപ്പൊ കർണാടകന്റെ രാഷ്ട്രീയം ഞാൻ നല്ലതായിട്ട് 2 ഇടത്തെ രാഷ്ട്രീയം ഞാൻ കണ്ടേക്കണേ, കേരളത്തിലെയും കർണാടകയിലെയും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കർണാടകയിൽ എവിടെയായിരുന്നു കുട്ടിക്കാലമൊക്കെ? എന്റെ കുട്ടിക്കാലം ഷിമോഗ എന്ന് പറയുന്ന കർണാടകയിൽ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി ഇപ്പം സിദ്ധരാമയ്യൻ ആവണേക്കാളും മുന്നേ യെഡിയൂരപ്പ എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങളുടെ ശികാരിപുരത്തായിരുന്നു. അപ്പൊ ആ പുള്ളിന്റെ ഭരണമൊക്കെ നമ്മൾ കണ്ടതാ. അപ്പം യെഡിയൂരപ്പൻ എങ്ങനെയാണോ സിദ്ധരാമയ്യനും അതേപോലത്തെ ഇവർ രണ്ടുപേരും ഈക്വൽ പേഴ്സൺസാ ഭരിക്കണേല്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി മുന്നോട്ട് ഇപ്പൊ DK ശിവകുമാർ വന്ന കാരണം കൊണ്ട് ഒരു കാരണവശാലും ബാക്കിലോട്ട് പോത്തില്ല, എന്താണെങ്കിലും ഫ്രണ്ടിലേക്കേ പോത്തുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ പുള്ളി വിഷൻ ഉള്ള പുള്ളിയാ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഇത് പിടിക്കാൻ പറ്റിയതും സീറ്റുകൾ പിടിക്കാൻ പറ്റിയതും പുള്ളിന്റെ ഒരു വിഷൻ കയ്യിലുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പം മേ ബി എന്താന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു അസംഷനാ. മേ ബി എന്താന്ന് പറഞ്ഞാൽ ഇപ്പം സർ വേണുഗോപാലിന്റെ സ്ഥാനത്തേക്കായിരിക്കും ചിലപ്പം സിദ്ധരാമയ്യനെ ഇപ്പൊ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നെഗറ്റീവ് ഒരു വൈബ്സ് ആയിട്ട് വേണുഗോപാൽ സാറിന്റെ പുറത്ത് വന്നതും കൊണ്ട് മേ ബി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് നടന്നത് കൊണ്ട് ആ ഒരു നെഗറ്റീവ് വൈബ് ഉള്ളത് കൊണ്ട് മേ ബി സിദ്ധരാമയ്യനായിരിക്കും നെക്സ്റ്റ് സ്ഥാനം അവിടെ കിട്ടാൻ പോണത്. അത് എന്റെ ഒരു മേ ബി എന്റെ ഒരു അസംഷൻ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല.
അതേപോലെ തന്നെ ഇപ്പൊ കർണാടകയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വന്നിരുന്നത് ട്രയാങ്കിൾ ആയിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മല്ലികാർജുന ഖർഗെയും സിദ്ധരാമയ്യയും DK ശിവകുമാറും പ്ലസ് ഇപ്പോൾ ഒരു പുള്ളിയോട് ഉണ്ടായിരുന്നു. അവര് 4 പേരുടെ ഫൈറ്റിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കർണാടകന്റെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പം. അതിന്റെ അകത്ത് നറുക്ക് വീണത് സിദ്ധരാമയ്യനാ. അന്നിച്ച് 2ാം സ്ഥാനത്ത് DK ശിവകുമാറിനായിരുന്നു. 2.5 കൊല്ലം കഴിയുമ്പോൾ ഭരണം മാറൂന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മാറിയില്ലായിരുന്നു. പക്ഷെ 3 കൊല്ലം എടുത്തത് മാറാൻ വേണ്ടിയിട്ട്. ബട്ട് എന്താണെങ്കിലും എനിക്കറിയണ പോലെ സിദ്ധരാമയ്യൻ കോൺഗ്രസിന്റെ ഒരു ഘടകമായതുകൊണ്ട് കോൺഗ്രസിന് എന്താണെങ്കിലും സിദ്ധരാമയ്യൻ പോത്തില്ല. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ശ്രീ ഇമ്മാനുവൽ കർണാടകത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അവിടെ ഷിമോഗയിൽ ഉള്ള ഒരാളായിരുന്നു കുട്ടിക്കാലം. അപ്പോൾ സ്വാഭാവികമായും അത്രയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്ന് പറയുന്നതിൽ കൃത്യതയുണ്ട്. കാരണം അത് മനസ്സിലാകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കുന്നത് ഞാൻ ഏത് ബ്രാൻഡ് അംബ്രലയാണ് കുടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റ് ജോർജ് ആണോ പോപ്പി ആണോ ജോൺസ് ആണോ എന്ന്. ഞാനൊരു കുട കടയിൽ പോയി വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഏത് ബ്രാൻഡാണെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ നാളെ നോക്കി പറഞ്ഞുതരാം. ഇതൊക്കെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. നോക്കാം. അപ്പോൾ നമ്മുടെ സുനിമോൾ ഏതോ ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുക്കേണ്ടതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പൊതുവേദിയിൽ ഇരിക്കുന്നത്. അത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം. പക്ഷേ എനിക്കറിയില്ല ഏതാ ശരിയെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ മനുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാനതിൽ എല്ലാറ്റിലും എൻ്റെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ കേരളത്തിൽ നടന്ന ED റെയ്ഡിനെയും അതിനെ തുടർന്ന് വന്ന അടിപിടിയെയൊക്കെ കുറിച്ച് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. ബാബു ജോസഫ് എന്നോട് ചോദിക്കുന്നത് അതിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇതൊരു വലിയ നിർണായക ഘട്ടമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഇത് വളരെ വളരെ കരുതിയാണ് അവർ നീങ്ങുന്നത്. കാരണം കോൺഗ്രസ് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷം വലിയ തോതിൽ ഒരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ പ്രക്ഷോഭ പരിപാടികളിൽ പോലീസ് ആക്ഷൻ ഉണ്ടായാൽ അത് മാധ്യമങ്ങളുടെ ശ്രദ്ധ അവർക്ക് പിടിച്ചു പറ്റും. അപ്പോൾ കോൺഗ്രസ്സിന് ഇപ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു ക്ലൗട്ട്, ഒരു ഇമേജ് അത് പെട്ടെന്ന് തകരും. കാരണം പോലീസ് ആക്ഷൻ ഉണ്ടായാൽ ആളുകൾക്ക് അടികൊണ്ട് ചോരയൊഴിച്ച് പോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നാൽ അത് ആ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന കാര്യം ഷുവറാണ്. അപ്പോൾ അതിനുവേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണ കോൺഗ്രസ്സിനുണ്ട്. ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ വശം. പക്ഷേ അങ്ങനെ ഒരു ധാരണ കോൺഗ്രസ്സിനുണ്ട്. അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കിയത് പല പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടെയാണ്. അവർക്കൊക്കെ വലിയൊരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അധികം അക്രമങ്ങളിൽ ഒന്നിനും തയ്യാറാകണ്ട എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കുകയോ ഇപ്പോൾ അവരെ തിരിച്ചടിക്കുകയോ ചെയ്താൽ അത് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണത് വരുന്നത് എന്ന് പ്രചരിപ്പിക്കും. അങ്ങനെ ഒരു ആരോപണം സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് വളരെ വളരെ ടാക്റ്റിക്കലായാണ് രമേശ് ചെന്നിത്തല നീങ്ങുന്നത്. രമേശ് ചെന്നിത്തല നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ എത്രയോ കാലം പരിചയസമ്പന്നനായ ഒരാളാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ VD സതീശനും തൻ്റെ സ്ഥിരം രീതിയിൽ എല്ലാറ്റിനോടും പ്രതികരിക്കുന്നത് ഇവിടെ വേണ്ട എന്ന് പറയുകയാണ്. കാരണം നാളെ ഇനി ഇത് ഏത് തരത്തിൽ ഉരുത്തിരിയും എന്ന് പറയാനാകില്ല. അപ്പോൾ മൗനം വിദ്വാന് ഭൂഷണം എന്ന നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇതൊക്കെ മുഖ്യമന്ത്രി ഇതിനൊക്കെ ഒരു നിലപാട് പറയണമെന്നാണ്. പക്ഷേ VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാട് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അത് വളരെ നല്ല തന്ത്രപരമായ ഒരു നിലപാടാണത്. അതാണ് ശരി സത്യത്തിൽ. ഓക്കെ, അപ്പോൾ ശരത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് ബാലരാമപുരത്ത്. ശരത്തെ ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സുനിമോളിന് ട്യൂഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ട്യൂഷൻ സമയമൊക്കെ മാറ്റണമെന്ന് അമ്പാടി പറയുകയാണ്. ഓക്കെ, ശരത്ത് ബാലരാമപുരം പൊതുവേദി കാണുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ശരത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പൊതുവേദിയുടെ വലിയ അഭിതാകാംക്ഷിയും ആണ്. ശരത്ത് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ശരത്ത് ഇന്ന് ഈ ആഴ്ച മുഴുവൻ പ്രതികരിച്ചല്ലോ ശരത്ത്, പിന്നെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മറ്റാളുകളൊക്കെ ഒന്ന് പ്രതികരിക്കട്ടെ. കർണാടകയിൽ CPI ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ പാർട്ടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ തീരുമോയെന്ന് നിശ്ചയമില്ല. DK ശിവകുമാർ സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് സുനിമോൾ പറയുന്നു. അപ്പോൾ ശരത്തിന് മഴയാണെന്നാണ് പറയുന്നത്. ബാലരാമപുരത്ത് മുഴുവൻ മഴയാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അപ്പോൾ കുടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീട്ടിലിരുന്ന് പൊതുവേദി കാണുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പെരുന്നാൾ ആശംസകൾ നേരുന്നത് ഞാനത് വിട്ടുപോയി. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ ഞാൻ നേരുകയാണ്.
കോട്ടയം ജില്ലയിൽ നെടുങ്കുന്നം പഞ്ചായത്ത് 7-ാം വാർഡ് കുളങ്ങര ആശുപത്രി പരിസരത്ത് ബസ് തിരിക്കാൻ ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നില്ല. അത് യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഒന്ന് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. നെടുങ്കുന്നം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ 7-ാം വാർഡിൽ കങ്ങഴ ആശുപത്രി പരിസരത്താണ് ബസ് തിരിക്കാൻ ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നില്ല. ഒരുപക്ഷെ ആശുപത്രി ആയതുകൊണ്ടായിരിക്കും, പക്ഷേ അവിടെ ബസ്സിന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നലെ മണിമലയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മഴ നനഞ്ഞുകൊണ്ട് ഞാൻ പങ്കെടുത്തുവെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അദ്ദേഹത്തിന് പോലീസ് ലാത്തിചാർജ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ശാന്തമായ പ്രതിഷേധമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും മാസപ്പടിയിൽ പേരുണ്ടെന്ന് എന്നോട് പ്രമോദ് നാണു പറയുന്നു. അപ്പോൾ ഇവരൊരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസം ഇങ്ങനെ പോകട്ടെ എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. കങ്ങഴക്കാർ നല്ല ആളുകളാണല്ലോ അമ്പാടി എന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രീ റഷീദ് കൊയിലാണ്ടി. ശ്രീ റഷീദ് കൊയിലാണ്ടി, പെരുന്നാൾ ആശംസകൾ. എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ കേൾക്കുന്നു. അപ്പോൾ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അതെ, ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണല്ലോ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സഹപ്രവർത്തകർക്കും അതേപോലെ നമ്മുടെ പ്രേക്ഷകർക്കും കേരളത്തിലെ മൊത്തം സഹോദരങ്ങൾക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹോദരത്തിന്റെയും ത്യാഗത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ ആദ്യം നേരുകയാണ്. ഇന്നത്തെ ഈ വിഷയം കർണാടക ഭരണമാറ്റമാണല്ലോ. ഭരണമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി മാറ്റം. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കർണാടകയിൽ ഇപ്പോൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ടവർക്ക് അതിന്റെ സ്ഥാനം നൽകണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കർണാടകത്തിൽ കഴിഞ്ഞ തവണ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് DK ശിവകുമാർ. അക്കാര്യത്തിലൊന്നും ആർക്കും സംശയം ഇല്ലാത്ത ഇവിടെ വി ഡി സതീശന്റെ എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയായിരുന്നു അവിടെ DK ശിവകുമാർ ചെയ്തിരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചതുമാണ്. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ MLA-മാരുടെ പിന്തുണ കിട്ടിയത്. അതുകൊണ്ടാണ് AICC ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ AICC-യുടെ നിർബന്ധം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഭരണമാറ്റം, അതായത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് വിഷനുള്ള, നല്ല തലയുള്ള, ഇത്രയും നല്ല ഒരു നേതാവിനെ വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രയാസമാണ്. അദ്ദേഹമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വരേണ്ട ആളാണ്. അദ്ദേഹം കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല. അത്രമാത്രം ആളുകളെ വളരെയേറെ ആകർഷിക്കാൻ കഴിയുള്ള കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കളിൽ ഒരാളാണ് DK ശിവകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കുറഞ്ഞ കാലമാണെങ്കിലും 2 വർഷമാണെങ്കിലും അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കും. കർണാടകയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക. കോൺഗ്രസിന് ഒരു നല്ലൊരു ബലം നൽകാൻ, ഒരു ആത്മവിശ്വാസം നൽകാൻ, ഒരു ആർജവമുള്ള ഒരു നേതാവാണ് DK ശിവകുമാർ. നിലപാട് വളരെ വ്യക്തമാണ്. അപ്പൊ എന്നോട് ചില പ്രേക്ഷകർ ചോദിക്കുകയാണ്, അങ്ങ് ചിക്കൻ ബിരിയാണിയാണോ മട്ടൻ ബിരിയാണിയാണോ എന്ന് പെരുന്നാൾ എന്റെ ഫിഷ് ബിരിയാണിയാണ്. കാരണം ആളുകൾക്ക് എന്തൊക്കെയാണ് അറിയണം. ഞങ്ങള് സ്ഥിരം അങ്ങ് നമ്മുടെ പ്രേക്ഷകനായോണ്ട് ചോദിക്കുക, നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ് ചിക്കൻ ബിരിയാണിയാണോ. ഫിഷ് ബിരിയാണിയായിരുന്നു. ശരി, അപ്പൊ കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും ഒക്കെ ഞങ്ങളുടെ സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കണം. അവരൊക്കെ പെരുന്നാൾ അങ്ങയോടൊപ്പം ആഘോഷിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബാബുരാജൻ കാഞ്ഞിരമ്പുഴ എന്നോട് പറയുന്നത്, തലമുറ മാറ്റം വന്നുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പാർട്ടി നശിച്ചുകൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളാണ് BJP നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമോ എന്ന് സംശയമാണ് എന്ന് എന്നോട് ബാബുരാജൻ കാഞ്ഞിരമ്പുഴ എന്നോട് പറയുന്നു. DK അഴിമതിയിൽ ജയിലിലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രമോദ് നാണു. കേരളത്തിലും ശിവകുമാർ എല്ലായിടത്തും പ്രചരണത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ജയകുമാർ ഓർമ്മിക്കുന്നു. നല്ല ആളുകളൊക്കെ ആശുപത്രിയിൽ ആൾ വരണമെങ്കിൽ ബസ്
തിരിക്കാൻ സ്ഥലം വേണ്ടേ? മുമ്പ് തിരിച്ചുകൊണ്ടിരുന്ന സ്ഥലം വിറ്റു, അപ്പോൾ ആശുപത്രി സ്ഥലം കൊടുക്കണ്ടേ മണിമലേ എന്ന് അമ്പാടി ചോദിക്കുന്നു. നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ ബണ്ടിക് ജേർണലിസ്റ്റായ അപർണ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. രാജിക്ക് സമ്മതിച്ചത് പാർട്ടി സമ്മർദ്ദം കൊണ്ടാകാം, രാജി മാത്രം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരില്ല, വന്നാൽ സർക്കാരിന് കൊടുക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപർണ എന്നോടൊപ്പം ചേർന്നിരുന്നു. ഓക്കെ, ഞാനത് ജമ്പ് ചെയ്ത് പോയി. ഓക്കെ, അമ്പാടി സിദ്ധരാമയ്യ രാജിക്ക് സംബന്ധിച്ചിട്ട് പാർട്ടി സമ്മർദ്ദം കൊണ്ടായിരിക്കാം, കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരില്ല, DK വന്നാൽ സർക്കാരിന് പുതിയ ഇമേജ് കിട്ടും എന്നാണ് അപർണ പറഞ്ഞത്. DK ശിവകുമാറിന് ആശംസകൾ, എല്ലാവർക്കും നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല പെരുന്നാൾ ആശംസകൾ നൽകുന്നുണ്ട്. ലോകകപ്പ് വരാൻ പോവുകയാണ്, 2 ആഴ്ച കഴിയുമ്പോൾ ഇത് പിന്തുടരുന്ന ആണെങ്കിൽ എന്തിന് ഇക്കുറി ലോകകപ്പിനെക്കുറിച്ച് എന്താണ് ഇക്കുറി ലോകകപ്പിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് എന്നോട് നമ്മുടെ അഭിഷേക് മാൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ലോകകപ്പ് വരട്ടെ, പല ആളുകൾ പല ടീമുകളാണ്, അപ്പോൾ നമുക്ക് പൊതുവേദി പ്രേക്ഷകരൊക്കെ ആരുടെ പക്ഷത്താണെന്നൊക്കെ നമുക്കും ആലോചിക്കാം. ബ്രസീലും അർജൻറ്റീനയും ഒക്കെ ആയി നമ്മുടെ ആളുകൾ നമ്മുടെ ലോകകപ്പിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. ചിലരൊക്കെ പോർച്ചുഗലിൻ്റെ ആളുകളാണെന്നൊക്കെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു കുഞ്ഞുകുട്ടി മുഖ്യമന്ത്രിയോട് ഏതാ ടീമെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഞാനത് ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ടീം ഏതാണ് എന്ന് ചോദിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ പ്രിസം SKM വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ, എനിക്ക് കമൻറ്റൊക്കെ അയക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ നല്ലൊരു അവതാരകനാണെന്നാണ്, അതുകൊണ്ട് വളരെ കൃത്യമായൊരു പക്ഷം ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രിസം വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ കൃഷ്ണൻകുട്ടി വിൽ ബി അവർ ഫ്യൂച്ചർ CM ഓഫ് കേരള എന്ന് ഷിജു പറയുന്നുണ്ട്. വരട്ടെ, അങ്ങനെ വരട്ടെ, നല്ലതാണ്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. മനോജ് കുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. മനോജ് നമസ്കാരം. അപ്പോൾ എന്നോടൊപ്പം ഫാദർ സാമുവൽ കോഴിക്കോട്ട് നിന്ന് ചേർന്നിരിക്കുന്നു. ഫാദർ സാമുവൽ, പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഭാഗമാകാൻ കഴിഞ്ഞോ ഫാദർ സാമുവലിനും? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാന് ചെറിയൊരു ആരോഗ്യ പ്രശ്നത്തിലായിരുന്നു. എന്തു പറ്റി? ബാത്റൂമിലൊന്ന് വീണു. അയ്യോ, എന്നിട്ടോ? കഴിഞ്ഞ ഞായറാഴ്ച 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അത് ശരി. അത് എന്താ കാല് സ്ലിപ്പായി പോയോ? ലോ പ്രഷർ ആയിപ്പോയി, അപ്പൊ പിടുത്തം കിട്ടിയില്ല. പിന്നെ ലൂസ് മോഷനും ഡിസെൻട്രി ഇതൊക്കെ ഉണ്ടായി, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഫാദറിനെ റിക്കവറായി. സഹായിക്കാനൊക്കെ ആളൊക്കെ ആശുപത്രിയിൽ ആരാണ് കൂടെ ഉണ്ട്. അതിനൊക്കെ മക്കളും മരുമക്കളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ എത്തിയപ്പോഴും നിങ്ങളൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു, കാരണം നിങ്ങൾക്ക് എന്നോട് താല്പര്യമുള്ള ഒരാളാണല്ലോ, പിന്നെ അതുകൊണ്ടൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഇപ്പം ദൈവം സഹായിച്ച് വലിയ പരിക്കുകളൊന്നുമില്ല, കൈക്ക് ചെറിയൊരു ബലഹീനതയുണ്ട്. അപ്പൊ ഈ ഷുഗർ, ഈ പ്രഷറിന്റെ പ്രോബ്ലം ഉണ്ടോ? ഹൈ പ്രഷർ അന്ന് ലൂസ് മോഷൻ ആയപ്പോഴും വന്ന പ്രഷറാണ്, അല്ലാതെ BP കുഴപ്പമൊന്നുമില്ല. ഇല്ല, സാധാരണ BP മരുന്നൊക്കെ കഴിക്കുന്നതാണ്. കഴിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മരുന്നൊക്കെ അവസാനിച്ചോ? 5 മിനിറ്റ് ഈ വീഴ്ചയുടെ ഭാഗമായി വന്നതിന്റെ മരുന്നൊക്കെ അവസാനിച്ചു അല്ലേ? അതൊക്കെ തൽക്കാലം ഇല്ല. ഇനിയിപ്പം ഡോക്ടറെ കാണിച്ചാലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഫാദറിനും അവിടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളും സഹപ്രവർത്തകർക്കും ഒക്കെ പെരുന്നാൾ ഞങ്ങളും ആശംസിക്കുകയാണ്. മറ്റേ വിഷയത്തിലേക്ക് വന്നാൽ അത് AICC പരിഹരിക്കും. ഇപ്പം കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചില്ലേ, അതേപോലെ തന്നെ ഇതും പരിഹരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് ഫാദറിന്റെ അഭിപ്രായം. അപ്പം ഇനി ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. ഈ പ്രഷറിന്റെ കാര്യമൊക്കെ ഒരു തവണ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ആശങ്കാകുലരാണ്. ഇനി അങ്ങയുടെ ആരോഗ്യം പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് ആകട്ടെ എന്ന് ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ അമ്പാടി പറയുന്നു കമൻ്റ് എല്ലാം മനു വായിക്കുന്നുണ്ട് എന്നുള്ളത്, അതിന് എനിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ എന്നെ അഭിനന്ദിച്ച അമ്പാടിക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ ഓക്കെ, മനുവിന് പിറന്നാളായിട്ട് ആരും ട്രീറ്റ് ചെയ്തില്ല അല്ലേ? അതാണ് ആശംസ പറയാൻ. പെരുന്നാളായിട്ട് ആരും ട്രീറ്റ് ചെയ്തില്ല. അതെ അതെ അതെ, ശശിധരൻ പിള്ള എൻ്റെ മനസ്സ് വായിക്കുന്ന ഇത്രയും ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ ആരും പെരുന്നാളിന് വിളിച്ചില്ല. സാധാരണഗതിയിൽ പെരുന്നാളിന് ആരെങ്കിലുമൊക്കെ വിളിച്ച് നമുക്ക് ബിരിയാണിയൊക്കെ തരുന്നതാണ്. പക്ഷേ ഇത്തവണ പലരും മറന്നുപോയി. പിന്നെ ഞാൻ ഡ്യൂട്ടിയിലുമാണല്ലോ, എനിക്ക് ഇന്ന് ലീവ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിന്, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളെയൊക്കെ ഈ സമയമാകുമ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് നമ്മൾ പെരുന്നാളൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറയും പിന്നെ പെരുന്നാളാണ് വരണ്ടാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ഞാൻ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും തയ്യാറായിട്ടില്ല.
പക്ഷേ ഞാനിങ്ങനെ വീട്ടിൽ രാവിലെ വിളിച്ചപ്പോൾ അമ്മയ്ക്കാരോ പെരുന്നാളിന് ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതില്ല. അപ്പോൾ പെരുന്നാൾ ആളുകളിങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ആളുകൾ അത് വിഷ് ചെയ്തപ്പോഴാണ് ഞാനും അത് ഓർത്തത്. ഏതായാലും എൻ്റെ മനസ്സ് ഇത്രയും വളരെ വളരെ ആഴത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരാളാണ് ശ്രീ ശശിധരൻ പിള്ള എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. അദ്ദേഹത്തെ സമ്മതിച്ചേ പറ്റുള്ളൂ. വി ഡി സതീശൻ എന്തൊക്കെ പാരപണിയുമെന്ന് ഇവർ നേതാക്കൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. അതാണ് കോൺഗ്രസ് സംസ്കാരം, അതിനാണ് കോൺഗ്രസ്സിലെ വിപ്ലവമെന്ന് നമ്മുടെ എ കൃഷ്ണൻകുട്ടി പറയുകയാണ്. എ കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന് വി ഡി സതീശനെ ഇഷ്ടമായിട്ടില്ല. ഓക്കെ, അബ്ബാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് അബ്ബാസ്. അപ്പോൾ മുരളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ മുരളി 3675 എനിക്ക് ആശംസയൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ മുരളിക്കും പെരുന്നാൾ ആശംസകൾ, എല്ലാ ആശംസകളും. അപ്പോൾ ബാബുരാജൻ കാഞ്ഞിരപ്പുഴ എന്നോട് പറയുന്നു കാഞ്ഞിരപ്പുഴ എന്ന് വായിക്കുമ്പോൾ തെറ്റിച്ചു എന്നാണ് പറയുന്നത്. ഞാനത് തെറ്റിച്ചു, കാരണം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എനിക്ക് ചില അത് കിട്ടുന്നില്ല, അതാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴ എന്നത് വളരെ പ്രകൃതി മനോഹരമായൊരു നാടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാടിനെ അറിയാത്തത് കൊണ്ടാണോ എഴുതി തെറ്റിച്ചത്? അല്ല, ഞാൻ ഈ കാഞ്ഞിരപ്പുഴയുണ്ട്, കാഞ്ഞിരപ്പുഴയുണ്ട്. അപ്പോൾ ഞാനിത് ഏതാന്ന് ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇത് കാഞ്ഞിരപ്പുഴയാണോ എന്ന് എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ബാബുരാജ കാഞ്ഞിരപ്പുഴയൊക്കെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴക്കാരനായ ബാബുരാജനും കാഞ്ഞിരപ്പുഴയിലെ എല്ലാ ആളുകൾക്കും എൻ്റെ ആശംസകൾ. ആ പ്രകൃതി മനോഹരമായ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ സൗഭാഗ്യം ആണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN എൻ്റെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ഈ മനുവിൻ്റെ പിറന്നാളാണെന്ന്. മനുവിൻ്റെ പിറന്നാളല്ല, ഇന്ന് പെരുന്നാളാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ പിറന്നാൾ ഇന്നല്ല, എൻ്റെ പിറന്നാൾ ഡിസംബറിലാണ്. അപ്പോൾ എന്താണ് അങ്ങനെ തോന്നാൻ എന്നത്? ഓക്കെ, അപ്പോൾ പങ്കജാക്ഷൻ നായർ ഹായ് എന്ന് പറയുന്നു എന്നോട്. ഓക്കെ, ശ്രീ പങ്കജാക്ഷൻ നായർ. അബ്ബാസ് അപർണയ്ക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിലാണ്. ശ്രീ അനിയൻകുട്ടൻ. നമസ്കാരം. നമസ്കാരം. ശ്രീ അനിയൻകുട്ടൻ കോൺഗ്രസ്സുകാരനാണ്. നിങ്ങളിങ്ങനെ അധികാര വടംവലിയാണല്ലോ അനിയൻകുട്ടൻ. 2.5 കൊല്ലം ഞാൻ, 2.5 കൊല്ലം നിങ്ങൾ. നിങ്ങൾക്കൊരു ഇതില്ലേ, ഒരു പ്രശ്നമാണല്ലോ എല്ലായിടത്തും മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കം. അതെന്താന്ന് ചോദിച്ചാൽ സാറേ, ഈ പണ്ട് കാലം പോലെ കോൺഗ്രസിനകത്തൊരു കാര്യമുണ്ട്, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുകയില്ല. ഇഷ്ടംപോലെ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ സമ്പന്നരായ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഇതിനകത്ത് മുതിർന്നവര് പാർട്ടി കൈയടക്കി വെച്ചേക്കുന്നതാണ്. അത് കുറെ കാലം കൊണ്ട് അതിന്റെ നമുക്കറിയാം സാധനം കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങ് മാറില്ല. അതിന്റെ മുകളിലേക്ക് വേണം. 10-12 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയും കേന്ദ്രമന്ത്രിയും MP യും MLA ഒക്കെ ആയാലും പിന്നെയും എന്നെ പാർട്ടി തഴഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ പോയല്ലോ. അതുപോലെയൊക്കെയുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. അത് തന്നെയാണ് കമൽനാഥിന്റെ അവസ്ഥ കണ്ടില്ല. അതുകൊണ്ടല്ലേ അവിടെ പോയത്. അന്നാ യോഗ്യ സ്ഥിതിക്ക് അത് സാധനം കൊടുക്കുമായിരുന്നല്ലോ. പോമോ അതിനകത്ത് രാജസ്ഥാനിൽ അത് പോമോ? ഇതൊക്കെ ഈ മുതിർന്ന പൗരന്മാര് ഇലക്ഷൻ കഴിയുമ്പോൾ വോട്ടെണ്ണി അധികാരം കിട്ടിക്കഴിയുമ്പോൾ മുതിർന്ന പൗരന്മാരൊരു വരവുണ്ട്. കാലം കുതിരപ്പുറത്ത് വരുന്ന ഒരു വരവുണ്ട്. ഉടനെ പാർട്ടി നേതൃത്വമല്ല ഇവരെ പുറകെ, MLA-മാരും അവരെ പുറകെ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഇവിടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായക്കുറവാണ്. നമ്മൾ കേസിക്ക് പക്ഷെ ഒരിക്കലും കേസ് ഈ പ്രാവശ്യം അതിന് ദൂരം ഇറങ്ങല്ലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യം. അതുപോലെ തന്നെ ഇപ്പം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പം കർണാടക എന്ന് പറഞ്ഞാൽ സിദ്ധരാമയ്യ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, നല്ല നേതാവാണ്. ഒരു അഴിമതി അങ്ങനെയൊന്നും കേൾക്കാനില്ല. ഇനിയും വരുന്ന ജനറേഷനും ചെറുപ്പക്കാരും ഇനിയും വരുന്ന തലമുറയ്ക്ക് ഇനി അവരൊക്കെയല്ല. അത് കോൺഗ്രസ് പാർട്ടി അത് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോയെന്നാണ്. ഇപ്പം അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഭൂരിപക്ഷം അടുത്തും ചെറുപ്പക്കാരാണ് കയറി വരുന്നത്. അതുകൊണ്ട് DK ശിവകുമാർ വന്നാൽ ഒരു 152 സീറ്റ് കൂട്ടിക്കുമോ, ഉജ്ജ്വല വിജയം നേടി അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയെക്കുറിച്ച് സംസാരിച്ചു വന്നത് നമ്മുടെ രാഘവൻ നായർ എന്നൊരു പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ ഈ രാഘവൻ നായർ ജീവിതത്തിൽ ഇത്രയും അരസികനായ ഒരു മനുഷ്യനാണ്. ബിരിയാണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് എത്ര സന്തോഷം വരും. എൻ്റെ ആണെങ്കിൽ നാവിൽ വെള്ളം വരികയാണ്. അപ്പോൾ ഇദ്ദേഹം അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നിരന്തര രാഷ്ട്രീയം മാത്രമേ ചർച്ച ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. ഈ പൊതുവേദിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളുകൾ ഇതിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കമൻ്റ് അടിക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം വരുന്നത്. നമ്മളൊരു വലിയ കൂട്ടായ്മയാണ് ശ്രീ രാഘവൻ നായർ.
ഇവിടെ മനുഷ്യരുടെ കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതിനിടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അതിനിടയിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ മാനസികമായി ഐക്യമുള്ള ഒരു വലിയ പരസ്പരം കണ്ടിട്ടില്ലാത്ത എന്നാൽ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ആശയങ്ങളുള്ള എന്നാൽ ഒരേ മനസ്സുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മയാണ് പൊതുവേദി. അപ്പോൾ രാഘവൻ നായരെ പോലുള്ള ആളുകൾ ഇതൊരു കല്ലായി മാറാതെ ഇതിൻ്റെ ഭാഗമായി ഒരു കരടായി മാറും. ശരി, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ് ഇങ്ങനത്തെ രാഘവൻ നായരെ പോലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ. ഒരു സഭ്യതയ്ക്കും ഇദ്ദേഹത്തിന് ഇല്ല എന്നതാണ് അതിലെ കാര്യം. അപ്പോൾ ഓക്കെ, ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നുണ്ട്. പി ടി ചാക്ക മുതൽ ഉമ്മൻചാണ്ടി വരെ കോൺഗ്രസ്സുകാരുടെ പാരപണിക്ക് വിധേയരായവരാണ്. പാരയില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, അടുത്ത ഇര വി ഡി സതീശനാണ് എന്നൊക്കെ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, ഷാജി കൊല്ലത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ദീർഘകാലം നമ്മുടെ പ്രേക്ഷകനാണ്. ഇത് കുറേ ആയി ഷാജി ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ ശ്രീ ഷാജി? നമസ്കാരം. നമസ്കാരം. പിന്നെ അല്ലേ, ഇത് എനിക്ക് വേറൊരു വിഷയമാണ് പറയാനുള്ളത് കേട്ടോ. ഈ നമ്മൾ ഈ ചർച്ചയിലൊക്കെ നമ്മളിപ്പോൾ വിളിക്കുമ്പോഴേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളവർ വേറെ ആരെങ്കിലും കാണാൻ എനിക്ക് മുന്നേ സംസാരിച്ചിട്ടുള്ളവർ, അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവരുടെ അഭിപ്രായത്തെ എനിക്ക് വിമർശിക്കാം. അപ്പോ എനിക്ക് വിമർശിക്കുന്നത് അത് പിന്നെ മനുവിനോട് പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഔചിത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ റഷീദ് കൊയിലാണ്ടി വേറൊരു രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് റഷീദ് കൊയിലാണ്ടി പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മനുവിനോട് പറയാം. അപ്പൊ ഞാൻ അങ്ങോട്ട് റഷീദ് കൊയിലാണ്ടിയെ പേര് വിളിച്ചിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുന്നത് എന്ത് അരോചകമാണ്. കഴിഞ്ഞ ഒരു ദിവസം മനു ലീഡ് ചെയ്ത മനു എന്നിട്ട് മിണ്ടാതെ നിന്നു. അപ്പൊ മനുവിന് തീർച്ചയായിട്ടും പറയാം, നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ, മറ്റൊരു പേര് സംബോധന ചെയ്യുക അതൊരു വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരു അഭിലഷണീയമായൊരു ശൈലി അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് വളരെ മോശമായിട്ടാണ് അയാൾ സംസാരിച്ചത്. സതീശൻ ഞങ്ങൾ ചെയ്യും മോനെ, നീ അടങ്ങിയിരുന്നോ എന്നൊക്കെയുള്ള ഒരു പ്രയോഗങ്ങൾ ഒരുമാതിരിയിലെ കൊച്ചു പിള്ളേരുടെ അടുത്ത് പറയുന്നതാണ്. അത് വളരെ അരോചകമാണ്. ഇത് പൊതുവേദിയുടെ മാറ്റ് കുറയ്ക്കത്തേ ഉള്ളെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഞാനും പലരും അഭിപ്രായങ്ങളെയും ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് മീഡിയേറ്ററായിട്ട് മനുവിനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും ഇതിന് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ്. ഇതിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ റഷീദ് കൊയിലാണ്ടി ഉദാഹരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് വിമർശിച്ചല്ല ഇപ്പോഴും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് സ്വീകരിക്കുക. പിന്നെ ഇത് സീതാരാമയ്യ വാഴട്ടെ അല്ലെങ്കിൽ ശിവകുമാർ വാഴട്ടെ, ആരെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഏതായാലും ഷാജി വളരെ കാലമായി പൊതുവേദിയിൽ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങേയറ്റത്തെ സഭ്യത, ഈ പല ആശയങ്ങൾ ഉണ്ടാകുമ്പോഴും പലതരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോഴും അങ്ങേയറ്റത്തെ സഭ്യത നിലനിർത്തുക എന്നുള്ളത് പൊതുവേദിയിൽ അത് നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിലപാട് കാരണം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ പോലും പല ആളുകളും ഇപ്പോൾ മാറിയിട്ടുണ്ട്. എല്ലാ ആളുകളും ഒന്ന് രണ്ട് പേരൊഴികെ ഇപ്പോൾ വളരെ സഭ്യമായ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. നേരത്തെയൊക്കെ ആളുകൾ ഇതെന്തും പറയാവുന്നൊരു വേദി എന്നതിൽ നിന്ന് മാറി ഇപ്പോൾ ആളുകൾ വളരെ കൃത്യമായി പഠിച്ച് അഭിപ്രായം പറയുകയും ഒരു ടോപ്പിക്കിൽ അവരുടെ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. അപ്പം വിജയ് ചന്ദ്രൻ എന്നോട് മനു യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പോഴ്ത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഈ പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ കിട്ടും, ചിലപ്പോൾ പൂച്ചണ്ടുകൾ കിട്ടും. അപ്പോൾ ബൊക്കേസ് ആൻഡ് ബ്രിക്ക് ബാറ്റ്സ് എന്ന് പറഞ്ഞ പോലെ പൂച്ചണ്ടുകളും കൂർത്ത കല്ലുകളുമൊക്കെ നമുക്ക് കിട്ടാം. അപ്പോൾ വിജയചന്ദ്രൻ എനിക്ക് ശ്രീ വിജയചന്ദ്രൻ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീമതി സൗമ്യ എന്നോട് ചോദിക്കുന്നത് ഡിസംബറിൽ പിറന്നാളാണെങ്കിൽ വൃശ്ചിക മാസമാണോ ധനു മാസമാണോ? ഞാൻ വൃശ്ചിക മാസത്തിലാണ്. ഓക്കെ, ഇപ്പോൾ അപ്പോൾ പൊതുവേദി എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളാണ് രാഘവൻ നായർ. പ്രതികരണത്തിൽ നിന്ന് ടിയാൻ പൊതുവേദി സ്ഥിരം പ്രേക്ഷകനാണെന്ന് തോന്നുന്നില്ല. ഞാനൊക്കെ അല്പം സന്തോഷിക്കാൻ വേണ്ടി കൂടിയാണ് പൊതുവേദി കാണുന്നത് എന്ന് സദാശിവൻ നായർ പറയുന്നു. അപ്പോൾ ഇതൊരു കറക്റ്റ് ഉത്തരമാണ്. നമ്മൾ കുറച്ചൊരു മാനസിക ഉല്ലാസവും വേണം. നമ്മൾ മുഴുവൻ ഈ ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അത് ഗൗരവമായി ചർച്ച ചെയ്യുമ്പോഴും കുറേയൊക്കെ നമ്മളൊരു ഉല്ലാസവും സന്തോഷവും നമുക്കുള്ളിലുള്ളൊരു സ്നേഹമുണ്ട്. അതിന് ഈ രാഘവൻ നായർക്ക് കൊടുത്ത ഏറ്റവും കറക്റ്റ് മറുപടിയാണ് സദാശിവൻ നായരുടേത്. ഇതൊരു സന്തോഷവും കൂടിയാണ്. അതുകൊണ്ടാണ് ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞാൽ അലാറം വെച്ചാണ് അദ്ദേഹം 4 മണിയാകുമ്പോൾ പൊതുവേദി കാണാൻ ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനുവിൻ്റെ മനസ്സ് അറിയാം. കാരണം പൊതുവേദി കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെ കുടുംബത്തിലെ അംഗമാണ് ആണ് മനുവിനെ കാണുന്നത്. അതാണ് ഗോമാതാജിയൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. നിങ്ങളും എൻ്റെ ഒരു കുടുംബമാണ്, ഞാനും നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം എന്നതിൽ. അപ്പോൾ ചില ആളുകൾ അവരുടെ ഇപ്പോൾ ഫാദർ സാമുവലിനെ പോലുള്ളവർ അദ്ദേഹം ആശുപത്രിയിൽ ആയ കാര്യം
അദ്ദേഹം പറയുന്നത്, നമ്മളോട് പറയുന്ന ഒരു ബന്ധുവിനെ അറിയിക്കുക എന്നുള്ള ആ ഒരു ഇൻറ്റിമസിയോട് കൂടിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇത് പറയാതിരിക്കാം. അപ്പോൾ നമ്മളിവിടെ രാഷ്ട്രീയം മാത്രമല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറ്റുമ്പോൾ നമ്മളെല്ലാവരും അതിൽ ആശങ്കാകുലരാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. അത് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം, നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്തവരാണ്, എന്നിട്ടും നമ്മളിതെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് അതിലെ ഒരു വലിയ സൗന്ദര്യം. അപ്പോൾ അതാണ് അതിലെ കാര്യം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഈ കർണാടക രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ അവിടെ പക്ഷേ കോൺഗ്രസിൻ്റെ ഒപ്പമാണ്, ഇവിടെ വ്യത്യസ്തനാണെങ്കിലും അല്ലേ? അവിടുത്തെ കോൺഗ്രസിനെ എതിർക്കുമോ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല? നമസ്കാരം. നമസ്കാരം. കോൺഗ്രസിനെ ഇപ്പൊ എതിർക്കണോ അനുകൂലിക്കണോ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിയും അതിനെ പിന്തുണയ്ക്കുന്ന CPM ഒക്കെയാണ് ഉള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിടുക എന്നുള്ളതാണ്. ഇതാണ് മുന്നണി. കൂടെ നിൽക്കാൻ കാലേ ചവിട്ടുക എന്നുള്ള ഒരു പ്രയോഗം കേട്ടിട്ടില്ലേ? അതാണ് കോൺഗ്രസ് സംസ്കാരം. നമ്മൾ ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയം, കോൺഗ്രസ് കളിച്ച രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പണ്ടുപോലെ അങ്ങനെയാ ചെയ്യുന്നത്. കൂടെ നിൽക്കുന്നവരെ ചവിട്ടുക എന്നുള്ള പണി കോൺഗ്രസിന് പണ്ടേ ഉണ്ട്. പണ്ട് VP സിംഗിനെ വലിച്ചു താഴെയിട്ടു. ഇതിനൊക്കെ കോൺഗ്രസ് കൂട്ടുന്ന സംസ്കാരം കോൺഗ്രസിനുള്ളത്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വീണത്. 5-6 മാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റണം പറഞ്ഞ് ഉള്ളിടത്തെല്ലാം ഇങ്ങനെ പാര വീണ് നടക്കുന്നത്. ഇപ്പൊ കർണാടകത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കർണാടകത്തിൽ ആദ്യം അവർ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ തന്നെ തർക്കമായിരുന്നു. അതോ കുറേ ദിവസം അങ്ങനെ നീണ്ടുപോയി. അവർ മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഇത് കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടില്ല, എത്ര ദിവസം നീണ്ടുപോയി. ഈ നീണ്ടുപോയപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം, അവിടെ MLA-മാർ പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന പറഞ്ഞേ. പക്ഷെ ഇവിടെ MLA-മാർ തീരുമാനിച്ചത് സതീശനായിരുന്നില്ലല്ലോ. അതാണ് കോൺഗ്രസ് സംസ്കാരം. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ പോകത്തുള്ളൂ. ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമ്മൾ ഈ വിളിക്കുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് സംസാരിച്ച ആൾക്കാർ കേൾക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി. താങ്കളും ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ വിളിച്ചപ്പോ ആ ഉന്നതി പട്ടികജാതി കോളനിയിലെ കുടിയേർക്ക് വിഷയം സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറയാൻ താങ്കൾ സമ്മതിക്കാതെ തർക്കിച്ചുകൊണ്ടേയിരുന്നു. 10 മിനിറ്റോളം നിങ്ങളുടെ തർക്കം നീണ്ടുപോയി. നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞത് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ തർക്കം വന്നാൽ ഒരാൾ സംസാരിക്കാൻ അനുവദിച്ചതിന് ശേഷം തർക്കിക്കുക. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അത്രയും സമയം വേസ്റ്റ് ആവത്തേ ഉള്ളൂ എന്ന് അഭിപ്രായം കൂടെ ഉണ്ട്. ഇനിയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി, അപ്പോൾ കൃത്യം അങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് കറക്റ്റാണ്. സമയം തീർന്നു. അപ്പം സിജു എന്നോട് പറയുന്നത് ബിരിയാണിയെ പറ്റി താല്പര്യമില്ലെങ്കിൽ രാഘവൻ നായർ കഞ്ഞിയെക്കുറിച്ചും ചമ്മന്തിയെക്കുറിച്ചും പറയട്ടെ എന്ന് തമാശയോട് പറയുന്നുണ്ട്. ഓക്കെ, വിജയചന്ദ്രൻ പറയുന്നു അതാണ് ഒരു കറക്റ്റ് വാക്ക്, വി ആർ വൺ ഫാമിലി. പൊതുവേദി ഒരു കുടുംബമാണ്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഈ വിഷയം, നമ്മുടെ ഇന്നത്തെ വിഷയം പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അതിൽ ഞാൻ പ്രധാനമായി ചോദിച്ചു DK ശിവകുമാർ കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്ന്. അപ്പോൾ 89% ആളുകൾ വലിയ പ്രതീക്ഷയിലാണ് DK ശിവകുമാറിന് കോൺഗ്രസിൻ്റെ ആ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ്. ഏതായാലും കർണാടക ഇന്നൊരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെറും ഒരു പുതിയ മുഖം മാത്രമല്ല, ജനകീയ കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വമാണ് എല്ലായിടത്തും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സിദ്ധരാമയ്യ കാലഘട്ടത്തിന് ശേഷം തുടങ്ങുന്ന DK യുഗം കർണാടകത്തിന് പുതിയ ഊർജ്ജവും പുതിയ ദിശയും നൽകുമോ എന്നാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം ഉയർന്ന് പുതിയ ഉയരങ്ങളിലേക്ക് കർണാടകത്തെ നയിക്കാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.